ആശ്വാസധാരയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളോടൊപ്പം കാഞ്ഞിരപ്പള്ളി രൂപതയുടെ സഹായമെത്രാൻ അഭിവന്യ മാർ ജോസ് പുളിക്കൽ പിതാവ്. ഇന്ന് വന്നിട്ടുള്ളൊരു ചെറിയൊരു കത്താണ്. എനിക്കുണ്ടായിട്ടുള്ള ഒരു കൺഫ്യൂഷൻ ക്ലിയർ ചെയ്യാനായിട്ടാണ് ഈ സന്ദേശം അയക്കുന്നത്. ദൈവവിശ്വാസം ജീവിതത്തിൽ അത്യാവശ്യമാണോ? ഞാൻ ഒരുപാട് മനുഷ്യരെ കണ്ടിട്ടുണ്ട്. ചതിക്കുന്നു, വഞ്ചിക്കുന്നു, കള്ളം പറയുന്നു, കൊള്ളപ്പലിശ വാങ്ങിക്കുന്നു, കള്ള് കച്ചവടം നടത്തുന്നു. അവരെല്ലാം ദൈവവിശ്വാസികളുമാണ്. അതേസമയം അവിശ്വാസികളായി വളരെ നന്നായിട്ട് ജീവിക്കുന്ന മനുഷ്യരെയും എനിക്കറിയാം. സത്യത്തിൽ ഈ ദൈവവിശ്വാസം അനാവശ്യമല്ലേ? മതത്തിൻ്റെ പേരിൽ ഒരുപാട് ആളുകൾ ലോകത്തിൽ കൊല്ലപ്പെട്ടിട്ടില്ലേ? ഭീകരവാദത്തിൻ്റെയും മറ്റും പേരിൽ. എനിക്കൊരു ഉത്തരം നൽകിയായിരുന്നു. ഒരു ചെറിയ കാര്യമായിട്ടാണ് ഇത് അവതരിപ്പിക്കുന്നതെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു സങ്കടമായിട്ട് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇത് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരു ധാരണ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവണം. അതുകൊണ്ട് കൂടിയാവണം ഈ ചോദ്യം. കുറേയേറെ ഒരു ചിന്തകൾക്ക് വന്നൊരു പാളിച്ച അതിനകത്തുണ്ടെന്ന് ഞാൻ കരുതുകയാണ്. ഒന്ന്, ദൈവവിശ്വാസം എന്ന് പറയുന്നത് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. ഒരാൾ ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ ആ വിശ്വാസം ആവശ്യപ്പെടുന്നൊരു ജീവിതം നയിക്കാൻ അയാൾ കടപ്പെട്ടിരിക്കുന്നു. ദൈവവിശ്വാസം എന്നൊരു പുകമറയിൽ ജീവിച്ചിട്ട് എന്തും ജീവിക്കാനായിട്ട് ലൈസൻസ് എടുക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ളവരെ വാസ്തവത്തിൽ ദൈവവിശ്വാസികളുടെ ഗണത്തിൽ പെടുത്താനായിട്ട് പറ്റുകയില്ലെന്നുള്ളതാണ് സത്യം. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ദൈവവിശ്വാസം അവരുടെ ഒരു മുഖംമൂടി മാത്രം, ഒരു മുഖംമൂടിയായിട്ട് മാത്രമേ അതിനെ കാണാൻ പറ്റുള്ളൂ. കാരണം ഇതെല്ലാം ചെയ്യാം, എല്ലാത്തിനും എനിക്ക് ലൈസൻസ് ഉണ്ട്, എന്ത് തോന്നിയാസം ചെയ്യാം, എന്നാൽ എനിക്ക് ദൈവവിശ്വാസമുണ്ട്, ഞാൻ പള്ളിയിൽ പോകുന്നു അല്ലെങ്കിൽ ഞാൻ അമ്പലത്തിൽ പോകുന്നു എന്ന് പറയുന്നത് കൊണ്ട് അയാൾ ദൈവവിശ്വാസി ആകുന്നില്ല. ദൈവത്തിലൊരു വിഷയമൊക്കെ വിശ്വാസമുണ്ട്, ദൈവം ഉണ്ടെന്ന വിശ്വാസം കാണും. ദൈവമുണ്ട് എന്നുള്ള വിശ്വാസം അല്ല ദൈവവിശ്വാസം. ദൈവം എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഹൃദയത്തിൻ്റെ നാഥനാണെന്നും ആ ദൈവത്തിൽ ആശ്രയിച്ച് ഞാൻ ജീവിക്കണമെന്നും ആ ദൈവത്തിൻ്റെ ഹിതം അറിഞ്ഞ് ഞാൻ എൻ്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്നും ഒക്കെയുള്ള ഒരു തീക്ഷ്ണമായ തീരുമാനവും സമർപ്പണവും ഉണ്ട്. എന്നെ നയിക്കുന്ന സ്നേഹം തന്നെയായ ഒരു സാന്നിധ്യമാണ്, ഒരു പിതാവാണ് എന്നൊക്കെയുള്ള ആ ഒരു അനുഭവവും ആഴമായ ഒരു അവബോധവും ഒക്കെയാണ് ദൈവവിശ്വാസം എന്നൊക്കെ പറയുന്നത്. അല്ലാതെ ഒരു കാഴ്ചപ്പാടോ ഉണ്ടെന്നുള്ളൊരു ചിന്തയോ അതൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ദൈവവിശ്വാസം എന്ത് എന്ന് ആദ്യം ഒന്ന് നിർവചിക്കപ്പെടേണ്ടിയിരിക്കുന്നില്ല, എന്ന് ചിട്ടപ്പെടുത്തണം. ഈ പറഞ്ഞ പല ആളുകളും യഥാർത്ഥ ദൈവവിശ്വാസികളാണെന്ന് പറയാൻ ഒരിക്കലും പാടില്ല. ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ തന്നെയാണ് മതങ്ങൾ അവതരിപ്പിക്കുന്നത്. മുഖ്യധാരാ മതങ്ങളെല്ലാം തന്നെ ദൈവത്തെ കാരുണ്യമായും സ്നേഹമായും പരമനന്മയായും അല്ല അവതരിപ്പിക്കുന്നത്. അങ്ങനെയുള്ളൊരു പരമനന്മയിൽ, ഒരു സ്നേഹത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് അനുചിതമായിട്ട് പെരുമാറാനോ ആ നന്മ ചെയ്യുന്നതിൽ പങ്കുചേർന്നിട്ട് നന്മ ചെയ്യാതെ മറ്റെന്തെങ്കിലും പ്രവൃത്തി ചെയ്യാനോ സാധ്യമല്ല. അതുകൊണ്ട് പരമനന്മയിൽ വിശ്വസിക്കുന്ന, കാരുണ്യത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ആ നന്മയുടെയും കാരുണ്യത്തിൻ്റെയും ഒക്കെ അടയാളങ്ങളായിട്ട് ഈ ഭൂമിയിൽ വർദ്ധിക്കാനുള്ള കടമയുണ്ട്. അത് കുറേ കൂടെ അദ്ദേഹത്തെ പ്രചോദിപ്പിക്കാനേ സാധ്യതയുള്ളൂ. അതുകൊണ്ട് ദൈവത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ, അല്ലെ ദൈവവിശ്വാസം എന്ന് പറയുന്ന കാഴ്ചപ്പാടിനെക്കുറിച്ചുള്ള ശരിയായ ധാരണ എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ദൈവത്തെ സുവിശേഷങ്ങൾ അവതരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ മിശിഹ അവതരിപ്പിക്കുന്നത് പിതാവായിട്ടാണ്, സ്നേഹം നിറഞ്ഞ ഒരു പിതാവായിട്ടാണ്. അപ്പോൾ സ്നേഹം നിറഞ്ഞ ഒരു പിതാവ് നമുക്കുണ്ടെങ്കിൽ എല്ലാവരും മക്കളാണ്. ആ ഒരു വിശ്വസാഹോദര്യത്തിൻ്റെ പവിത്രമായ അനുഭവത്തിലേക്കാണ് വാസ്തവത്തിൽ ക്രൈസ്തവ ദർശനം നയിക്കുന്നത്. ദൈവം എൻ്റെ പിതാവാണെന്ന് വിളിക്കാൻ ഈശോയാണ് എന്നെ പഠിപ്പിക്കുന്നത്. ആബ പിതാവേ എന്നുള്ള ആ ഒരു പുത്രസ്വീകാരയുടെ ആത്മാവിനെ ഞാൻ സ്വീകരിക്കുക, ഒരാൾ ക്രൈസ്തവ വിശ്വാസം സ്വീകരിക്കുന്നതോടുകൂടി മാമോദീസായിലൂടെ. അപ്പം ആബ എന്നുള്ള വാക്ക് തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. ആ വാക്ക് യഹൂദിയായിലെ ഈശോയുടെ കാലത്ത് ജീവിച്ചിരുന്ന ആളുകൾ യഹൂദ ഭാഷയുടെ ഭാഗമായ അറമായ ഭാഷയിൽ ഉപയോഗിച്ചിരുന്നൊരു വാക്കാണ് ആബ. കൊച്ചു കുഞ്ഞുങ്ങൾ അപ്പനെ വിളിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന, ഇപ്പോഴും ആ വാക്ക് ഉപയോഗിക്കുന്നുണ്ട് കുട്ടികൾ ഈ ഇസ്രായേലിലും മറ്റുമൊക്കെ. അപ്പോഴത് അത്രമാത്രം ഹൃദ്യമായ, നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ അപ്പനെ ഡാഡിയെന്നോ പപ്പായെന്നോ ചാച്ചാന്നോ ഒക്കെ വിളിക്കുന്ന പോലെ കൊച്ചു കുഞ്ഞുങ്ങൾ വിളിക്കുന്ന അത്ര ഹൃദ്യമായ ഒരു വാക്കാണ് ആബ എന്ന പദം. ആ പദം ഉപയോഗിച്ചുകൊണ്ട് ദൈവത്തെ വിളിക്കാനായിട്ടാണ് ഈശോ പഠിപ്പിക്കുന്നത് ശിഷ്യന്മാരെ. ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞ് അവർ ആഗ്രഹിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ അത്രമാത്രം ഹൃദ്യമായിട്ട് സ്വന്തം അപ്പനെ വലിയ സ്നേഹത്തോടെ കുഞ്ഞുങ്ങൾ വിളിക്കുന്ന പോലത്തെ ആ ഹൃദ്യമായ പദം ഉപയോഗിച്ചുകൊണ്ട് ദൈവത്തെ ആദരവോടും സ്നേഹത്തോടും കൂടി, എന്നാൽ ഹൃദ്യതയോടെ വിളിക്കുവാനായിട്ട് പഠിപ്പിക്കുന്ന മിശിഹായുടെ ആ ദർശനം, അതിനകത്ത് കാണുന്ന ഒരു ദൈവം, അതൊരു പിതാവാണ്, സ്നേഹമുള്ള പിതാവ്. അപ്പോൾ ഈ പിതാവിൻ്റെ മക്കളാണ് എല്ലാവരും. ആ സാഹോദര്യത്തിലേക്ക്
വളരാനായിട്ടുള്ള വലിയ പ്രചോദനമാണ് വാസ്തവത്തിൽ വിശ്വാസം, മതം എന്നൊക്കെ പറയുന്നത്. ക്രൈസ്തവ ദർശനം അതുതന്നെയാണ് ഉൾക്കൊള്ളുന്നത്. അതുകൊണ്ടാണ് എല്ലാവരെയും സ്നേഹിക്കണം എന്ന് പറയുന്നത്. തന്നെപ്പോലെ തന്നെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് പറയുന്നത് ഈ ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അത് ശരിയായ വിധം മനസ്സിലാക്കി വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും തിന്മ അനുസരിച്ചു ജീവിക്കാനോ അല്ലെങ്കിൽ തിന്മ പ്രചരിപ്പിക്കാനോ കിരാതമായ വർഗീയതയ്ക്കോ ഭീകരവാദത്തിനോ മറ്റു തിന്മകൾക്കോ ഒന്നും ഇടവില്ല. അപ്പോൾ ഈ അടുത്ത കാലത്ത് വാട്സാപ്പിലൊരു മെസ്സേജ് വന്നു, അത് ഞാനൊന്ന് വായിക്കാം. ലോകത്തെ ഏറ്റവും അധികം സന്തോഷത്തോടു കൂടി ആളുകൾ ജീവിക്കുന്ന സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ ദൈവരഹിതമായിരിക്കുന്നത് എന്തുകൊണ്ട്? ഈ മെസ്സേജ് വളരെ ദീർഘമായൊരു മെസ്സേജാണ്, അത് മൊത്തം ഞാൻ വായിക്കുന്നില്ല. ഇതിൻ്റെ അകത്ത് പറയുന്ന ഒരു കാര്യം, വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് 2012 മുതൽ പ്രസിദ്ധീകരിച്ചു വരുന്ന ഒന്നാണ്. അതിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് അനുഭവിക്കുന്ന ജനത ഈ സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ, ഫിൻലൻഡ്, ഡെൻമാർക്ക്, ഐസ്ലാൻഡ്, സ്വീഡൻ തുടങ്ങിയ രാജ്യങ്ങളിലെ ആളുകളാണെന്നാണ് ഈ മെസ്സേജിനകത്ത് പറയുന്നത്. പക്ഷേ ഈ രാജ്യത്തെ ആളുകൾ, ഈ ദൈവവിശ്വാസികൾ, ഭൂരിപക്ഷം വരുന്ന ആളുകളും ദൈവവിശ്വാസികളല്ല എന്നും പള്ളിയിൽ പോകാറില്ല എന്നുമാണ് ഈ മെസ്സേജിൻ്റെ അകത്ത് പറയുന്നത്. അപ്പോൾ ഈ മനുഷ്യൻ അനുഭവിക്കുന്ന ഈ ആന്തരികമായ ഈ സന്തോഷവും ദൈവവിശ്വാസവും തമ്മിൽ ബന്ധമില്ല എന്നാണ് ഈ മെസ്സേജ് വാസ്തവത്തിൽ പറയാനായിട്ട് ശ്രമിക്കുന്നത്. ഈ നിരീക്ഷണം പൂർണ്ണമായിട്ട് ശരിയാണെന്ന് ഞാൻ കരുതുന്നില്ല. ഒന്ന്, സ്കാൻഡിനേവിയൻ കൺട്രീസിൽ ദൈവവിശ്വാസം ഇല്ലാത്തവരാണ് എല്ലാം, അല്ലെ മഹാഭൂരിപക്ഷവും എന്ന് പറയുന്നത് തന്നെ ശരിയല്ല. ധാരാളം ദൈവവിശ്വാസികൾ ഇപ്പോഴും അവിടെ ഉണ്ട് എന്ന കാര്യം മനസ്സിലാക്കണം. രണ്ടാമത്തെ കാര്യം, ഈ ദൈവവിശ്വാസം ശക്തമായിട്ടുണ്ടായിരുന്ന രാജ്യങ്ങളാണിതെല്ലാം. ക്രൈസ്തവ വിശ്വാസം തന്നെ വളരെ ശക്തമായിട്ടുണ്ടായിരുന്ന രാജ്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്ന ആ ഒരു സാഹചര്യത്തിൽ രൂപപ്പെട്ടു വന്ന മൂല്യങ്ങൾ അവിടെ ഇപ്പോഴും കിടപ്പുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളെക്കുറിച്ച് മൊത്തത്തിൽ പറഞ്ഞാലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനപരമായ സുവിശേഷ മൂല്യങ്ങളും മൂല്യങ്ങളും ധാർമ്മികതയും എല്ലാം അവിടെ ഒരു കാലത്ത് വളരെ ശക്തമായിട്ടുണ്ടായിരുന്നു, ഇപ്പോഴും തുടർന്നുകൊണ്ടായിരിക്കുന്നത്. ആ ഒരു മൂല്യശ്രേണിയിൽ രൂപപ്പെട്ടു വന്ന ഒരു സമൂഹത്തിൻ്റെ തുടർച്ചയാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ അതിൻ്റെ ഒരു അന്തരീക്ഷം ഇപ്പോഴും ഉണ്ട് എന്ന് പ്രത്യേകിച്ച് അവിടെ ഒരു സിവിക് സെൻസ്, മറ്റുള്ളവരോടുള്ള കരുതൽ, ഇതെല്ലാം രൂപപ്പെട്ടു വന്നത് അത്തരം ഒരു സംസ്കാരത്തിൻ്റെ തുടർച്ച എന്ന നിലയിലാണ്. തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അങ്ങനത്തെ ഒരു സിവിക് സെൻസും മനുഷ്യരോടുള്ള ബന്ധങ്ങളെല്ലാം രൂപപ്പെട്ടു വരുന്നതിൻ്റെ പിറകിൽ ഒരു അടിസ്ഥാനപരമായ ദൈവവിശ്വാസവും ധാർമ്മികതയുണ്ട്. എല്ലാ ധാർമ്മിക നിയമങ്ങളും തന്നെ രൂപപ്പെട്ടു വരുന്നത് മതചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ആത്യന്തികമായിട്ട് പരിശോധിക്കുമ്പോൾ. അതൊരു ദൈവത്തിലുള്ള വിശ്വാസത്തിൽ നിന്ന് കൂടിയാണ്. അപ്പോൾ ദൈവവിശ്വാസവും ധാർമ്മികതയും എല്ലാം ചേർന്ന് പോകുന്നതാണ്, പൗരബോധവും എല്ലാം ചേർന്ന് വരുന്നതാണ്. അപ്പോൾ ഇവിടെയും ഇതിൻ്റെ ഒരു തുടർച്ചയായിട്ട് മാത്രമേ അതിനെ കാണാൻ പറ്റുള്ളൂ. എന്ന് മാത്രമല്ല, അതിനെ ഒരുപക്ഷെ തള്ളിപ്പറയാൻ പറ്റുന്ന മറ്റൊരു കാര്യമുള്ളത്, ചൈന പോലത്തെ രാജ്യങ്ങളിൽ ഇതിനേക്കാളൊക്കെ അധികമായിട്ട് ദൈവവിശ്വാസം പാടില്ല എന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട സ്ഥലങ്ങളാണ്. അപ്പോൾ ദൈവവിശ്വാസം നിരാകരിക്കപ്പെട്ട ഒരു രാജ്യം, അനുവാദമില്ലാത്തൊരു രാജ്യത്ത് വലിയ പ്രത്യാഘാതങ്ങളുണ്ടായി. പിന്നീട് ഈ അടുത്ത നാളുകളിൽ പോലും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ അനുഭവപ്പെട്ടു. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് നിയമങ്ങൾ ലംഘിക്കപ്പെട്ടു. കൃത്യമായ റിപ്പോർട്ടുകൾ അതിനെക്കുറിച്ച് കിട്ടിയിട്ടുണ്ട്. ലംഘിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ആളുകൾ കരുതലില്ലാതെ മറ്റുള്ളവരെ അവഗണിക്കുന്നു. ഒരാൾ റോഡിൽ വീണ് കഴിഞ്ഞാൽ ആരും ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ അവരിനുള്ള കരുതൽ തീരെ ഇല്ലാതെ പോകുന്നു. മാതാപിതാക്കൾ വരെയുള്ള ബന്ധങ്ങൾക്ക് ഒരു വിലയും കൊടുക്കാതെ പോകുന്നു. വെറുതെ മാതാപിതാക്കളെ റോഡിലേക്ക് ഇറക്കി വിടുന്നു. അങ്ങനെയുള്ള വീഡിയോ ക്ലിപ്പിങ്സൊക്കെ ധാരാളം വന്നിട്ടുണ്ട് അടുത്ത നാളുകളിൽ തന്നെ. അപ്പം വലിയൊരു ധർമ്മച്യുതിയും പ്രതിസന്ധിയും അവിടെ ഉണ്ടാകുന്നത് അറിഞ്ഞിട്ട് ഗവൺമെൻറ് തന്നെ മിതമായ രീതിയിലുള്ള വിശ്വാസം അനുവദിക്കുന്നതാണ് അഭികാമ്യം എന്ന നിലപാടുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ദൈവവിശ്വാസം പാടില്ല എന്ന് പറഞ്ഞ നിരീശ്വര രാജ്യങ്ങൾ അതിൻ്റെ വലിയ ധർമ്മച്യുതിയും സമൂഹത്തിൻ്റെ പ്രതിസന്ധിയും വല്ലാത്ത അസമാധാനവും അപകടങ്ങളും തിരിച്ചറിഞ്ഞിട്ട് തിരിച്ചു വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും കൂടിയാണ്. അപ്പോൾ ഒരിക്കലും ദൈവവിശ്വാസം ഇല്ലാതിരിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന സമാധാനമോ സ്വസ്ഥതയോ ശാന്തതയോ എന്ന് പറയുന്നതിനകത്ത് അടിസ്ഥാനം ഒന്നുമില്ലെന്നുള്ളതാണ് സത്യം. ഈ മൂല്യങ്ങളുടെ രൂപപ്പെടലിന് മതം വളരെ അനിവാര്യമാണ്. പ്രത്യേകിച്ച് ജീവിത സാഹചര്യങ്ങൾ, മനുഷ്യൻ്റെ ആദ്യ കാലഘട്ടം തൊട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ധാർമ്മിക മൂല്യം അല്ലെങ്കിൽ ധാർമ്മിക നിയമങ്ങൾ, സദാചാര നിയമങ്ങൾ സമൂഹത്തിൽ വളരെ സ്വാഭാവികമായിട്ട് ഉരുത്തിരുന്നതായിട്ട് ഫ്രോയിഡിനെ പോലെയുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അത് മതവുമായിട്ട് ഇത്തരം ധാർമ്മിക സദാചാര നിയമങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബന്ധം ഉണ്ട്? തീർച്ചയായിട്ടും വലിയ ബന്ധമുണ്ട്. കാരണം ദൈവത്തിൽ നിന്നാണ് സദാചാര മൂല്യങ്ങളെല്ലാം തുടക്കം കുറിക്കുന്നത്. ദൈവചിന്ത, മനുഷ്യനൊരു ദൈവാന്വേഷണം എന്ന് പറഞ്ഞൊരു യാഥാർത്ഥ്യമുണ്ട്. സത്യത്തിൽ ദൈവം എന്നുള്ള ആ യാഥാർത്ഥ്യത്തെ നിരാകരിക്കുന്നതിനേക്കാൾ എളുപ്പമാണ് ഉണ്ട് എന്ന് അംഗീകരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ഉള്ളിലുള്ള ഒരു തേഴ്സ്റ്റ് ഫോർ ഗോഡ്, ഒരു ലോങ്ങിങ് ഫോർ ഗോഡ്, അത് അവൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അത് ദൈവം ഉണ്ടെന്നതിന് തെളിവായിട്ട് തന്നെ സ്ഥാപിക്കപ്പെടുന്നുണ്ട്. ദൈവത്തെക്കുറിച്ച്
തെളിവ് നൽകാനായിട്ട് സാധ്യമല്ലെങ്കിൽ പോലും ന്യായമായൊരു ബൗദ്ധിക അന്വേഷണത്തിൽ ദൈവമെന്ന സത്യത്തെക്കുറിച്ചുള്ള ഒരു കുറേയേറെ കാര്യങ്ങൾ നമുക്ക് അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റും. അപ്പോൾ മനുഷ്യൻ്റെ ഒരു ആന്തരിക ആഗ്രഹം തന്നെയാണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ നമ്മുടെ 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സെൻ്റ് അഗസ്റ്റിൻ്റെ വാക്കുകൾ തന്നെ എടുത്താൽ, സെൻ്റ് അഗസ്റ്റിൻ ഒത്തിരി വഴികളിലൂടെ കടന്നു വന്നയാളാണ്. ഒരുപാട് ജീവിതത്തിൻ്റെ തകർച്ചകളിൽപ്പെട്ടയാളാണ്, സുഖഭോഗങ്ങളിൽ മുഴുകിയ ആളാണ്. അതെല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹം തകർന്ന മനുഷ്യനായിട്ട് ആ ചെറുപ്പത്തിൻ്റെ കുതിപ്പിലും കിതപ്പിലും ഇടറിപ്പോയപ്പോൾ അദ്ദേഹം ദൈവത്തിൻ്റെ വചനം ശ്രവിച്ച് വിശുദ്ധ അംബ്രോസിൻ്റെ പ്രസംഗം കേട്ടുകൊണ്ടാണ് അദ്ദേഹം മാനസാന്തരത്തിലേക്ക് വരുന്നത്. എടുത്തു വായിക്കുക എന്നുള്ള ഒരു ആന്തരിക സ്വരം ശ്രവിച്ചുകൊണ്ട് വേദഗ്രന്ഥം തുറന്ന് വായിക്കുകയും റോമാലേഖനം 13-ാം അധ്യായത്തിൽ രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു, അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കുക എന്നുള്ളത് തന്നോട് തന്നെ പറയുന്നതായിട്ട് അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. അങ്ങനെ അദ്ദേഹം ആ ഒരു വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിലേക്ക്, സുവിശേഷത്തിലേക്ക് ഒക്കെ കടന്നു വരികയാണ്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് വന്ന മാറ്റവും സമാധാനവും സന്തോഷവും ആനന്ദവും എല്ലാം ആ മഹാനായ പണ്ഡിതനായ മനുഷ്യനെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിച്ചു: ലോർഡ്, യു ക്രിയേറ്റഡ് മീ ഫോർ യു, ദെർഫോർ മൈ ഹാർട്ട് ഈസ് റെസ്റ്റ്ലെസ് അൻറ്റിൽ ഇറ്റ് റെസ്റ്റ് ഇൻ യു. മനോഹരമായ ഒരു ചിന്തയാണ്, വലിയൊരു കണ്ടെത്തലാണത്. ദൈവമേ, നീ എന്നെ നിനക്കായി സൃഷ്ടിച്ചു, അതുകൊണ്ട് നിന്നിൽ വിലയം പ്രാപിക്കുന്നവരെ എന്നും എൻ്റെ ഹൃദയം അസ്വസ്ഥമായിരിക്കും. അദ്ദേഹം കണ്ടുമുട്ടിയ അനുഭവങ്ങളാണ്. അപ്പോൾ ദൈവത്തിൽ വിലയം പ്രാപിച്ചൊരു മനുഷ്യൻ്റെ ജീവിതത്തിൽ പിന്നെ വന്ന മാറ്റങ്ങൾ, അദ്ദേഹം ഒരു മഹാനായ മനുഷ്യനായി മാറി. യൂറോപ്പിൻ്റെ ചിന്താധാരകളെ പോലും മാറ്റിമറിച്ച ഒരു തത്വചിന്തകനും ദാർശനികനും മെത്രാനും ദൈവശാസ്ത്രജ്ഞനും ഒക്കെ ആയിട്ട് മാറിയ ഒരു മനുഷ്യനാണ്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല, ഇതുപോലെ ധാരാളം ആളുകളുടെ അനുഭവങ്ങളുണ്ട്. അപ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു മനുഷ്യന് ദൈവത്തെ കണ്ടെത്തി കഴിയുമ്പോൾ ഉണ്ടാകുന്ന വലിയ സന്തോഷവും സമാധാനവും, ദൈവത്തിന് വേണ്ടി ലോങ് ചെയ്യുന്ന ദാഹിക്കുന്ന ഒരു ഹൃദയം മനുഷ്യനുണ്ട്. ആ ഒരു വലിയ കണ്ടെത്തലിൽ ദൈവത്തെ അനുഭവിച്ചറിയുന്ന മനുഷ്യൻ്റെ ജീവിതത്തിൽ നിന്നും നന്മകൾ മാത്രമേ പുറപ്പെടുകയുള്ളൂ. ആ ഒരു പ്രധാനപ്പെട്ട ആശയത്തിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ ചിന്തിക്കാനെന്ന് എനിക്ക് തോന്നുന്നു. ഈ യുക്തിയും വിശ്വാസവും രണ്ട് വഴിയിലൂടെ പോകുന്നതാണ്. യുക്തിയും വിശ്വാസവും രണ്ട് വഴി കൂടെ പോകുന്നതല്ല. സത്യത്തിൽ അത് പരസ്പരം ബന്ധിക്കപ്പെടാവുന്നതാണ്. എന്നാൽ എല്ലാം യുക്തിഭദ്രമായിട്ട് വിശ്വാസത്തെ അളന്നെടുക്കാൻ പറ്റും എന്ന് ചിന്തിച്ചാൽ തെറ്റി. കാരണം വിശ്വാസം യുക്തിക്ക് അതീതമാണ്. വിശ്വാസത്തെ ചില വിശകലനങ്ങളിലൂടെ, അടിസ്ഥാനപരമായ ചില റീസൺസിലൂടെ സമീപിക്കാനായിട്ട് സാധിക്കും. പക്ഷേ വിശ്വാസത്തെ, ദൈവത്തെ എൻ്റെ കൊച്ചു ബുദ്ധിയിൽ ഒതുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഞാൻ തന്നെ ദൈവമായ എന്ന് പറയുന്നത് തുല്യമായിരിക്കും ഇത്. കാരണം ഞാൻ സൃഷ്ടിയാണ്. സൃഷ്ടിച്ച ദൈവം സൃഷ്ടിച്ച സൃഷ്ടാവിനെ ഒരു സൃഷ്ടിക്ക് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ അയാളുടെ ബുദ്ധി കൊണ്ട് സാധിക്കുമെങ്കിൽ അയാൾ സൃഷ്ടാവിൻ്റെ സ്ഥാനത്തേക്ക് ഉയരുകയാണ്. അതുതന്നെ ഒരു കോൺട്രഡിക്ഷനാണ്. അതുകൊണ്ട് എനിക്കൊരിക്കലും ദൈവത്തെ എൻ്റെ കൊച്ചു ബുദ്ധിയിൽ ഒതുക്കാൻ പറ്റുകയില്ല. പക്ഷേ ന്യായമായ ഒരു സത്യാന്വേഷണത്തിലൂടെ സാവധാനം, സെയിൻറ്റ് തോമസ് അക്വിനാസിനെ പോലത്തെ വലിയ തത്വചിന്തകന്മാർ, പുണ്യവാനായ വൈദികനായ ആ വ്യക്തിയുടെ തത്വചിന്തകൾ യൂറോപ്പിലൊക്കെ തന്നെ വളരെ വിഖ്യാതമായ തത്വചിന്തകളാണ് സെയിൻറ്റ് തോമസിൻ്റെ. ആ തത്വചിന്തകളോട് അദ്ദേഹം കുറേയേറെ ദൈവത്തെ കണ്ടെത്താനുള്ള, ദൈവം ഉണ്ടെന്ന് സ്ഥാപിക്കാനുള്ള തെളിവുകൾ നിരത്തിയിട്ടുണ്ട്. ആ തെളിവുകളെല്ലാം വളരെ സെൻസിബിളാണ്. ഉദാഹരണം പറഞ്ഞാൽ, ഒരു പ്രൈമറി കോസാണ് ദൈവം, പ്രൈം മൂവറാണ് ദൈവം എന്നൊക്കെ പറയുന്നുണ്ട്. ആദ്യ ചലനം നൽകിയ വ്യക്തി ദൈവമാണ്. ഈ പ്രപഞ്ചത്തിനൊരു ചലനം ഉണ്ടായാലും അവിടെ നിന്നാണല്ലോ പിന്നെല്ലാം വരുന്നത്. ഒരു ബിഗ് ബാം എന്നൊക്കെ പറയുന്നത് പോലും ആ ചലനത്തിൻ്റെയൊക്കെ ഒരു ആന്തരിക ഒരു കണ്ണിയാണ്. ഒരു പൊട്ടിത്തെറി ഉണ്ടാകണമെങ്കിൽ ഒരു ചലനം ഉണ്ടാവണം. ആദ്യത്തെ പ്രൈം മൂവർ എന്നൊക്കെ പറയുന്നു, ആദ്യത്തെ കാരണം എന്നൊക്കെ പറയുന്നു. ഒരു പുകയൊരിടത്ത് പൊങ്ങുന്നുണ്ടെങ്കിൽ തീ ഉണ്ടാവണം എന്ന് പറയുന്ന പോലത്തെ ഒരു കാരണമുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒത്തിരിയേറെ തെളിവുകൾ ധാരാളമുണ്ട്. അതിലേക്ക് നമ്മളിപ്പോൾ പോകേണ്ട കാര്യമില്ല. ഇങ്ങനെയുള്ള പല തെളിവുകളിലൂടെയും ദൈവം ഉണ്ടെന്ന് സ്ഥാപിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയെല്ലാം ആണെങ്കിലും ദൈവത്തെ പൂർണ്ണമായിട്ടും മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് സ്ഥാപിച്ചെടുക്കാനോ ഉൾക്കൊള്ളാനോ പറ്റുകയില്ല. അതുകൊണ്ട് യുക്തിയും, ശരിയായ തരത്തിലുള്ള യുക്തിയും അന്വേഷണവും ദൈവവിശ്വാസത്തിലേക്ക് നയിക്കാൻ സഹായകമാണ്. മതവും ശാസ്ത്രവും തമ്മിലുള്ള ബന്ധം എന്ന് വേണമെങ്കിലും അതിനെക്കുറിച്ച് പറയാം. മതം ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലാണെങ്കിൽ, ദൈവത്തെ നമുക്ക് ലഭ്യമാകുന്ന ദൈവികമായ ഒരു വെളിപ്പെടുത്തലാണെങ്കിൽ, ശാസ്ത്രം ദൈവത്തെ അന്വേഷിക്കലാണ്, അല്ലെ സത്യം അന്വേഷിക്കലാണ്. ദൈവം സത്യമാണല്ലോ. അപ്പോൾ സത്യത്തെ വെളിപ്പെടുത്തുന്ന മതം, സത്യത്തെ അന്വേഷിക്കുന്ന ശാസ്ത്രം, ഇത് രണ്ടും കൂടി ഒരു മേർജിങ് പോയിന്റിലെത്തും. അതുകൊണ്ട് മതവും ശാസ്ത്രവും തമ്മിൽ യഥാർത്ഥത്തിൽ വൈരുദ്ധ്യങ്ങളൊന്നുമില്ല. അത് രണ്ടും വിരുദ്ധ ഭാവങ്ങളിലാണ്, ധ്രുവങ്ങളിലാണെന്ന് പഠിപ്പിക്കുന്നത് തന്നെ തെറ്റാണ്. ഈ യൂറോപ്പിലൊരു വലിയ വൈജ്ഞാനിക വിപ്ലവം ഉണ്ടായ കാലത്താണ് സത്യത്തിൽ ഈ മതവിശ്വാസത്തിന് മങ്ങലേറ്റ് തുടങ്ങുന്നത്. പ്രത്യേകിച്ച് ഫ്രോയിഡിൻ്റെ കണ്ടുപിടുത്തങ്ങൾ വരുന്നു, അല്ലെങ്കിൽ ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം ഉണ്ടാകുന്നു, കാൾ മാർക്സിൻ്റെ
മൂലധനാധിഷ്ഠിതമായിട്ടുള്ള സാമ്പത്തിക സിദ്ധാന്തങ്ങൾ ഉണ്ടാകുന്നു. ആ കാലത്താണ് ഈ ഒരു ദൈവവിശ്വാസത്തിന് യൂറോപ്പിൽ എൻ്റെ ഒരു സാഹചര്യത്തിൽ മങ്ങലേൽക്കുന്നത്. പക്ഷേ ഇപ്പോൾ യൂറോപ്പിൻ്റെ ഭാഗത്തു നിന്നൊരു വിചിന്തനം ഉണ്ടായി തുടങ്ങിയിരിക്കുന്നു എന്ന് തോന്നുന്നു. പള്ളികളിൽ ആളുകൾ കുറച്ചുകൂടി എത്താനായിട്ട് തുടങ്ങും. ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളുടെ ഇടയിൽ വിശ്വാസ സംബന്ധിയായിട്ടുള്ള പ്രസ്ഥാനങ്ങളുണ്ടാകുന്നു. അപ്പം അതൊരു തിരിച്ചു വരവിൻ്റെ ആ യുക്തിയുടെ കാലത്ത് നിന്ന് കുറച്ചുകൂടി മറ്റൊരു കാലത്തിലേക്ക്, ഒരു വിശ്വാസത്തിൻ്റെ കാലത്തിലേക്കുള്ള ഒരു മടങ്ങി വരവായിട്ട് അതിനെ കാണാൻ പറ്റും. മടങ്ങി വരവ് എന്തുമാത്രം ആയിട്ടുണ്ടെന്ന് പറയാറായിട്ടില്ലെങ്കിൽ പോലും ഒരു മടങ്ങി വരവുണ്ട് തീർച്ചയായിട്ടും ഇതിനെല്ലാം. കാരണം ആത്യന്തികമായിട്ട് ഞാൻ സൂചിപ്പിച്ചതുപോലെ ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു മനസ്സ് അവിടെ എപ്പോഴും മനുഷ്യനുണ്ട്. ദൈവത്തെ കൂടാതെ അവന് യഥാർത്ഥ സമാധാനമോ സന്തോഷമോ കണ്ടെത്താനായിട്ട് പറ്റുകയില്ലെന്നുള്ളതാണ് സത്യം. സാറ് സൂചിപ്പിച്ചതുപോലെ അങ്ങനെയുള്ള ഒരു വലിയ മാറ്റമൊക്കെ ഉണ്ടാകുന്നതിന് കാരണമായപ്പോൾ അതിൻ്റെ പിന്നാമ്പുറത്ത് വിശ്വാസത്തിനും മതത്തിനും ഉണ്ടായ ചില അപജയങ്ങളുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. വിശ്വാസവും മതവും ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ യഥാർത്ഥ ദൈവവിശ്വാസം ഇല്ലാതെ പോയിരുന്നു പലപ്പോഴും. അല്ലെങ്കിൽ അവിടെയുള്ള ഒരു ധാർമ്മിക ബോധം നഷ്ടപ്പെട്ടിരുന്നു. മതത്തെ സ്വന്തം സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനായിട്ട് ഇടയായിരുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ യഥാർത്ഥ വിശ്വാസം അവിടെ കെട്ടുതുടങ്ങിയ പശ്ചാത്തലത്തിലാണ് മറ്റു പലതരത്തിലുള്ള വിപ്ലവങ്ങൾക്കും ഇടയാകുന്നത്. മധ്യകാലഘട്ടത്തിലൊക്കെ അതെ, എന്നുകൂടി വായിക്കണം. അതുകൊണ്ട് യഥാർത്ഥ വിശ്വാസം നിലനിർത്തിക്കൊണ്ട് യഥാർത്ഥ ദൈവത്തിൻ്റെ മുഖവും ദൈവത്തിൻ്റെ നിയമങ്ങളും പാലിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ അനുഗ്രഹവും ഐശ്വര്യമായിരിക്കും ഉണ്ടാകുക. അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ശരിയായ വിശ്വാസം എന്ത് എന്നുള്ള ചിന്തയും വളരെ പ്രസക്തമാണ്. ഈ ഒരു ബഹുസ്വരമായിട്ടുള്ള ഒരു സമൂഹത്തിൽ ഈശ്വരവിശ്വാസം എന്നതുപോലെ തന്നെ നിരീശ്വരവാദം ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഈ ഭാരതീയ പാരമ്പര്യം നോക്കിക്കഴിയുമ്പോൾ ചാർവാകണ മതം എന്നൊരു മതം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും സഭയാണെങ്കിലും ഇത്തരം നിരീശ്വരവാദത്തെ അല്ല, നിരീശ്വരവാദികളെ കുറച്ചുകൂടി അനുഭാവപൂർവ്വം പരിഗണിക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും. ഫ്രാൻസിസ് മാർപ്പാപ്പ ഇത് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിലൊക്കെ എപ്പോഴും ആവർത്തിച്ച് പറയുന്നുമുണ്ടത്. സഭ നിരസിക്കുന്നത് നിരീശ്വര പ്രസ്ഥാനങ്ങളെയും നിരീശ്വരവാദത്തെയാണ്. മനുഷ്യർക്ക് സ്വാതന്ത്ര്യമുണ്ട് വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും ഒക്കെ. എല്ലാവരും ദൈവത്തിൻ്റെ മക്കൾ തന്നെയാണ്. കുറേ പേര് ദൈവമില്ല എന്ന് ചിന്തിച്ചതുകൊണ്ട് ദൈവമില്ലെന്നാകുന്നില്ലല്ലോ. അപ്പോൾ എല്ലാവരെയും ചേർത്ത് പിടിക്കാനും എല്ലാവരെയും കാണാനും കരുതാനുമുള്ളൊരു കാഴ്ച അത് സഭയുടെ മനസ്സിൽ കണ്ണിൽ ഉണ്ട്. അത് ഒരു സഭയുടെ അമ്മ മനസ്സാണ്, അമ്മ ഹൃദയമാണത്. ആ ഒരു അമ്മ ഹൃദയം മറ്റുള്ളവരുടെ മുറിവുകൾ ഉണക്കുന്ന, അവരെ കാണുന്ന, കരുതുന്ന, ആർക്കെങ്കിലും ഒരു പക്ഷേ വേണ്ടത്ര വെളിച്ചം കിട്ടിയില്ല അവർക്കൊണ്ട് വെളിച്ചം കൊടുക്കാൻ ശ്രമിക്കുന്ന ഒരു അമ്മ മനസ്സാണ് സഭയ്ക്കുള്ളതും. അതാണ് വളർത്തിക്കൊണ്ട് വരേണ്ടതും. അതുകൊണ്ട് തീർച്ചയായിട്ടും സാറ് പറഞ്ഞ ആശയം വളരെ ശരിയാണ്. കർത്താവ് തന്നെ അവിടുത്തെ ജീവിതകാലത്ത് വളരെ വ്യത്യസ്തമായി ചിന്തിച്ചവരെയൊക്കെ കാണുകയും കരുതുകയും ചേർത്ത് പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. കിഴക്കുനിന്നും പടിഞ്ഞാറുനിന്നും പല ആളുകളും സ്വർഗ്ഗരാജ്യത്തിൽ വിരുന്നിനിരിക്കും എന്നൊക്കെ കർത്താവ് പറയുന്നത് അന്ന് കർത്താവിൽ വിശ്വസിക്കാത്ത അല്ലെങ്കിൽ യഹൂദരല്ലാത്ത ആളുകളെ കുറിച്ചുകൂടിയാണെന്ന് ഓർക്കണം. അതുകൊണ്ട് നമുക്കാരെയും അങ്ങനെ വിധിക്കാൻ അവകാശമില്ല. പക്ഷേ വിശ്വസിക്കുന്നവർക്ക് കൂടുതൽ വെളിച്ചം കിട്ടുമെന്നുള്ളത് സത്യമാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ പ്രഥമ ചാക്രിക ലേഖനം ലൂമൻ ഫീദൈ എന്നാണ് അറിയപ്പെടുന്നത്, വിശ്വാസത്തിൻ്റെ വെളിച്ചം. വിശ്വാസം ഒരു വെളിച്ചമാണ്. അതിനകത്ത് അബ്രാഹത്തിൻ്റെ വിശ്വാസത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു വെക്കും. അബ്രാഹം തൻ്റെ വലിയ സംഘർഷത്തിന് നടുവിൽ ഓരോ ചുവടും വെക്കാൻ വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിലാണ് ഇടയാകുന്നത്. അതുകൊണ്ട് വിശ്വാസം എന്ന് പറയുന്നൊരു വെളിച്ചമാണെന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം. ആ ഒരു വലിയ ബോധ്യമുണ്ട്. അവിശ്വാസികളായിട്ട് നന്നായിട്ട് ജീവിക്കുന്ന മനുഷ്യരെക്കുറിച്ച് ഈ തരത്തിൽ എങ്ങനെ വ്യാഖ്യാനിക്കാനായിട്ട് സാധിക്കും? അവിശ്വാസികളായി നന്നായി ജീവിക്കുന്നവർ അവിശ്വാസികൾ ആണോ എന്നുള്ളത് തന്നെയാണ് അടിസ്ഥാനപരമായൊരു പ്രശ്നം. പ്രത്യക്ഷത്തിൽ അവർ ചിലപ്പോൾ അവിശ്വാസികൾ ആയിരിക്കാം എന്നുള്ളത് കൊണ്ട് അവർ അവിശ്വാസികളാകണമെന്ന് നിർബന്ധമില്ല. അവരുടെ മനസ്സിൽ, അവരുടെ ഹൃദയത്തിൽ ഒരുപക്ഷേ അവർ ദൈവത്തെ ആരാധിക്കുന്നുണ്ടാവാം, നമുക്ക് നിശ്ചയിക്കാൻ പറ്റുകയില്ല. ഇനി പലപ്പോഴും ദൈവമില്ല എന്ന് തന്നെ വിശ്വസിച്ച് ജീവിക്കുന്ന ആളുകൾ നന്മ ചെയ്യുന്നവർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആ നന്മ എന്തുമാത്രം നന്മയാണ്, എന്തുമാത്രം അത് അവർ യഥാർത്ഥ നന്മയാണ് ചെയ്യുന്നതൊക്കെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. എന്ന് വെച്ചാൽ ഒരാൾ അയാളുടെ വ്യക്തിപരമായ ഒരു ഉത്കർഷം എന്ന് വെച്ചാൽ വ്യക്തിപരമായ ഒരു വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും തരത്തിൽ അയാൾക്ക് ചില അപ്രിസിയേഷൻ കിട്ടാൻ വേണ്ടിയിട്ടോ ജോലി കിട്ടാൻ വേണ്ടിയിട്ടോ സ്ഥാനക്കയറ്റത്തിനോ അതല്ലെങ്കിൽ അധികാരത്തിനോ ഒക്കെ വേണ്ടിയിട്ട് ചിലപ്പം അങ്ങനൊരു നന്മയുടെ മുഖമണിയാനായിട്ടിടയുണ്ട്. അതുകൊണ്ട് അത് നന്മയാണെന്ന് പറയാൻ പറ്റില്ല. അയാൾ യഥാർത്ഥ സന്തോഷം സമാധാനം അനുഭവിക്കുന്നുണ്ടെന്നും പറയാൻ നമുക്ക് വിധിക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള നന്മകൾ യഥാർത്ഥ നന്മകളാണോ എന്നുകൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കാരണം അടിസ്ഥാനപരമായി പരമനന്മ എന്ന് പറയുന്ന ദൈവമാണ്. അപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുമ്പോഴാണ് യഥാർത്ഥ നന്മയിൽ പങ്കുചേർന്ന് നിസ്വാർത്ഥമായി സമർപ്പിക്കാൻ പറ്റുന്നത്.
വാസ്തവത്തിൽ ക്രൈസ്തവ ദർശനത്തിൻ്റെ മഹത്വം അതല്ലേ, നിഷ്കാമമായി കർമ്മം ചെയ്യാൻ, അവരെന്നെ കരുതലോടെ ചേർത്ത് പിടിക്കാൻ, മറ്റുള്ളവരുടെ ആവശ്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ കാണാൻ, അവർക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കാൻ ഒക്കെ സാധിക്കണമെന്നുണ്ടെങ്കിൽ തീക്ഷ്ണമായ ഒരു ദൈവവിശ്വാസവും ദൈവസ്നേഹവും ഇല്ലാതെ പറ്റുകയില്ല. ഒരു അടിസ്ഥാനപരമായൊരു പ്രചോദനമില്ലാതെ, ഒരു ആന്തരികമായൊരു സത്തയില്ലാതെ ഒരിക്കലും നമുക്ക് ഒരു പ്രവൃത്തി നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുകയില്ല. പിന്നെ മറ്റൊന്നുള്ളത്, യൂറോപ്യൻ രാജ്യങ്ങളിൽ കുറേയെല്ലാം ദൈവവിശ്വാസം ഇല്ല എന്ന് നമ്മൾ പറയുന്നത് ശരിയാണ്. ദൈവവിശ്വാസം കുറേയേറെ കെട്ടുപോയിട്ടുണ്ട്. പക്ഷേ അവരിന്ന് അനുഭവിക്കുന്ന വലിയൊരു സംഘർഷം എന്ന് പറഞ്ഞാൽ ഭൗതികമായ സുസ്ഥിതിയും പുരോഗതിയും ഉണ്ട്, പക്ഷേ ആന്തരികമായ സമാധാനമോ സന്തോഷമോ ഇല്ല. ഇഷ്ടം പോലെ പണമുള്ളവർക്കും കുടുംബ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. കാരണം കുടുംബ ബന്ധം എന്ന് പറയുന്നത് ദൈവികമായ ഒരു യാഥാർത്ഥ്യമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ കൂദാശയാണ് വിവാഹം എന്ന് പറയുന്നത്. ആ കൗദാശികമായ ഒന്നിപ്പിക്കപ്പെട്ട ദൈവത്തിൻ്റെ കൃപയിൽ വളരുന്ന വിശുദ്ധ കുർബാനയിൽ നിന്നും ദൈവവചനത്തിൽ നിന്നും പ്രാർത്ഥനയിൽ നിന്നും ഒക്കെ ചൈതന്യം സ്വീകരിച്ചുകൊണ്ട് പങ്കുവച്ച് ജീവിക്കുന്ന കുടുംബത്തിൻ്റെ സമാധാനമോ സന്തോഷമോ ഐശ്വര്യമോ ഒന്നും ബന്ധങ്ങൾ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ, കുടുംബ ബന്ധങ്ങളൊക്കെ വെറും കോൺട്രാക്റ്റുകൾ മാത്രമായിട്ട് മാറുമ്പോൾ ഇല്ലാതെ പോകുന്നു. അത് വലിയൊരു ദുർഭകാവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ ഡിപ്രഷന് വിധേയരായിട്ടും മാനസിക രോഗികളായിട്ടുമൊക്കെ നമ്മുടെ നാടുകളിൽ ഉള്ളതിനേക്കാൾ, വിശ്വാസമുള്ള നാടുകളിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ യൂറോപ്യൻ രാജ്യങ്ങളുണ്ട് എന്നുള്ളതിന് വളരെ വ്യക്തമായ തെളിവുകൾ ഉണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് പുറമേ കാണുന്ന ഏതെങ്കിലും ഭൗതിക സുസ്ഥിതി കൊണ്ട് ഒരാൾ യഥാർത്ഥമായ വളർച്ച, പുരോഗതി, സമഗ്രമായ ഒരു നന്മ, ഒരു തൃപ്തി പ്രാപിക്കുന്നു എന്ന് പറയാൻ പറ്റുകയില്ല. എൻ്റെ സമഗ്രമായ വളർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൗതിക സ്വത്ത് മാത്രമല്ല. അതുകൊണ്ട് ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പല കാര്യങ്ങളിലും ആ ഒരു സൂചനയുണ്ട്. ഭൗതികമായ വളർച്ച എന്നുള്ളത് യഥാർത്ഥ സുസ്ഥിതിയാണെന്ന് തെറ്റിദ്ധരിക്കപ്പെടാൻ ഇടയുണ്ട്. അത് ശരിയല്ല. അതുകൊണ്ട് ഈ ഒരു ശരിയായ കാഴ്ചപ്പാട്, മനുഷ്യൻ്റെ ഒരു യഥാർത്ഥ സമാധാനവും സന്തോഷവും വളർച്ചയും, അത് ദൈവവിശ്വാസത്തിൽ അധിഷ്ഠിതമാണ്. കാരണം ദൈവത്തിൻ്റെ ഒരു ഡിസൈനാണ് ഈ പ്രപഞ്ചം. മനുഷ്യൻ തന്നെ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവനാണ് അവൻ. അതുകൊണ്ട് തന്നെ ആ ദൈവത്തെ മാറ്റി നിർത്തിയിട്ടും ദൈവത്തെ കൂടാതെയും മനുഷ്യന് യഥാർത്ഥ പൂർണ്ണത പ്രാപിക്കാനോ സമാധാനവും സന്തോഷവും പ്രാപിക്കാനോ സാധ്യമല്ല. ടോൾസ്റ്റോയിയുടെ സുന്ദരമായ ഒരു കഥയിലെ കഥാപാത്രങ്ങളായ കപ്പിത്താനും മകനും, കപ്പൽ കടൽക്ഷോഭം ഉണ്ടാകുന്ന വലിയൊരു വേളയിൽ ആ പായ്മരം, പഴയ കപ്പൽ, പായ്ക്കപ്പലിൻ്റെ പായ്മരത്തിൻ്റെ പതാക താഴേക്ക് ഊർന്നു പോകുന്നുവെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ആ കപ്പിത്താൻ്റെ മകൻ എല്ലാം മറന്നിട്ട് പെട്ടെന്ന് ആ പായ്മരത്തിൻ്റെ മുകളിലേക്ക് വലിഞ്ഞു കയറി. വലിയൊരു ഗുരുതരാവസ്ഥയിലാണ് അവിടെ. നേരെയാക്കിയ പതാക, പക്ഷേ അവന് താഴേക്ക് ഇറങ്ങാനോ എടുത്തു ചാടാനോ ഒന്നും പറ്റുന്നില്ല. ആളുകൾക്ക് പറഞ്ഞു, മോനെ നീ താഴേക്ക് ചാട്, ഞങ്ങൾ താഴെ ഉണ്ടെന്ന് പറയുമ്പോഴും അവൻ എടുത്തു ചാടാൻ പറ്റുന്നില്ല. കാരണം ഭീകരമായ രൗദ്രഭാവത്തിലുള്ള ഒരു കടൽ താഴെ, തിരമാലകൾ അലറി ഉയരുന്നു. അതുകൊണ്ട് അവൻ അങ്ങനെ പകച്ചു നിൽക്കുമ്പം കപ്പിത്താനെ വിളിച്ചുകൊണ്ട് വരുന്നുണ്ട്. കപ്പിത്താൻ വന്നു കഴിയുമ്പം, മോനെ നീ താഴേക്ക് നോക്കണ്ട, ഈ ഭീകര ദൃശ്യങ്ങളിലേക്ക് നോക്കണ്ട, നീ മുകളിലേക്ക് ആകാശത്തിൻ്റെ നീലിമയിലേക്ക് നോക്കിയിട്ട് ശാന്തമായി താഴേക്ക് ചാടുക. ആകാശത്തിൻ്റെ ശാന്തമായ നീലിമയുടെ ആ സുന്ദര തടാകത്തിൽ അവൻ അർത്ഥം കണ്ടെത്തിക്കൊണ്ട് ജീവിതത്തിലേക്ക് മടങ്ങി വന്നു എന്ന് പറയുന്ന ടോൾസ്റ്റോയ് കഥയുടെ ആ ഒരു വിശ്വാസസാഗരത്തിൻ്റെ നീലിമയുടെ നന്മ, അതാണ് വാസ്തവത്തിൽ യഥാർത്ഥ വിശ്വാസത്തിലൂടെ കിട്ടുന്ന സമാധാനവും സന്തോഷവും ആനന്ദവും. അത് പ്രാപിക്കാൻ ആഴമായ ദൈവവിശ്വാസത്തിലേക്ക്, ക്രൈസ്തവ ദർശനത്തിലേക്ക് വളരാൻ നമുക്ക് സാധിക്കട്ടെ. നമുക്ക് ശാന്തമായി പ്രാർത്ഥിക്കാം. വിശ്വാസത്തിൽ വളരാൻ ആഗ്രഹിക്കാം. ദൈവത്തെ മുറുകെ പിടിക്കാം. അത് ലോകത്തിൻ്റെ സമാധാനത്തിനും നന്മയ്ക്കും കാരണമായി മാറും. താവിശ്വമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ജീവിത മഹാവൃക്ഷത്തിൻ്റെ വേരാണ് വിശ്വാസം. കാറ്റടിക്കുമ്പോൾ വേരുകൊണ്ട് നമുക്ക് ഈ ഭൂമിയെ ഇറുകെ പിടിക്കാം. മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കണ്ടുമുട്ടുന്നവരെ നമസ്കാരം. നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും വാട്സാപ്പിലൂടെയും ഇമെയിലിലൂടെയും കത്തുകളിലൂടെയും ഞങ്ങളെ അറിയിക്കാം. വാട്സാപ്പ് നമ്പർ 9605818881. ഇമെയിൽ ashwasadhara@shalomtelevision.com. കത്തുകൾ അയക്കേണ്ട വിലാസം: ദി പ്രൊഡ്യൂസർ, ആശ്വാസധാര, ഷാലോൺ ടെലിവിഷൻ, പെരുവണ്ണാമഴി PO, കോഴിക്കോട് 673528.